ഹായ് അസ്സാം വലൈക്കും. വീക്ക്ലി വൺസ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ബോയിൽഡ് എഗ്ഗും ഒരു സ്പെഷ്യൽ ഡ്രിങ്കുമാണ്. അപ്പോൾ ആ സ്പെഷ്യൽ ഡ്രിങ്ക് എന്തെല്ലാം ചേർത്തിട്ടാണ് റെഡിയാക്കി എടുക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. റാഗി പൗഡർ വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് റെഡിയാക്കുന്നത്. റാഗി, പഞ്ഞപ്പുല്ല്, മുത്താറി, മില്ലറ്റ് എന്നൊക്കെ പേരിലറിയപ്പെടുന്ന ഈ ഒരു ഫൈബർ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ ആൻഡ് മിനറൽസിൻ്റെ കലവറ എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഈ ഒരു ഫുഡിൻ്റെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ അധികം ആളുകളിത് കഴിക്കാറില്ല. അപ്പോൾ അതിനെ വേറൊരു പുതിയൊരു ടേസ്റ്റിലൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് നോക്കാം. വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ള ക്യാരറ്റ് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന് മാത്രമല്ല, ഫൈബർ കണ്ടൻറ്റും മിനറൽസും പിന്നെ കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ ഉള്ളതാണ്. സോഡിയത്തിൻ്റെ ലെവലൊക്കെ കൺട്രോൾ ചെയ്ത് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ക്യാരറ്റും കൂടെ അതിലേക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ ഡ്രിങ്ക് റെഡിയാക്കുന്നത്. ഞാനിന്ന് എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂണ് റാഗി പൗഡറാണ്. അത് കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കാരണം അത് ഒരു നൈസ് പൗഡർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇതിലേക്ക് തന്നെ ചേർത്തിട്ട് റെഡിയാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പൗഡർ നന്നായിട്ട് കലങ്ങി കിട്ടില്ല. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളത്തിൽ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ എല്ലാ പൗഡറും നന്നായിട്ട് മിക്സ് ആവണ വരെ ഇളക്കിയെടുക്കുക. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാനത് ഒരു എഗ്ഗ് ബോയിൽ ചെയ്യാൻ എടുത്തതാണ്. അപ്പോൾ അത് ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള തന്നെയാണ്. അപ്പോൾ അതിനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞൊരു പൊട്ടി പോവാതിരിക്കാനുള്ള അതിൽ കുറച്ച് ഉപ്പ് ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ടീസ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ബോയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഷെല്ലൊന്നും പൊട്ടിപ്പോവില്ല. നേരത്തെ നമ്മൾ കപ്പിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള റാഗി മിക്സ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. കപ്പിൻ്റെ അടിയിൽ അതിൻ്റെ പൗഡറൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ പോണ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പിൽ താഴെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിതപ്പോൾ ഒരു 1/2 ക്യാരറ്റ്, നമ്മളെടുത്ത് വെച്ച ക്യാരറ്റിൻ്റെ ഒരു 1/2 ഭാഗമാണ് നന്നായിട്ട് ചെറിയതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പൊടിയായിട്ട് ആക്കിയെടുത്തതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സർ ഗ്രൈൻഡറിലൊന്ന് അടിച്ചെടുത്തിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിയായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഇത് വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ആ ക്യാരറ്റും കൂടെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എഗ്ഗൊന്നും കൂടുതൽ സമയം വേവിച്ചെടുക്കേണ്ടതില്ല. ഞാനത് ഡയറക്റ്റ് അത് ചൂടോടെ തന്നെ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു കപ്പിലേക്കാണ് ഇട്ടിട്ടുള്ളത്. ആ സ്റ്റീലിൻ്റെ കപ്പിലിട്ടിട്ട് ചൂടോടെ തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഷെല്ല് റിമൂവ് ചെയ്തെടുക്കാനുള്ളൊരു ടിപ്പും കൂടാണിത്. ചൂടോടെ തന്നെ ഒരു സ്റ്റീൽ കപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട, വെറുതെ ഒരു ചൂടോടെ തന്നെ എടുക്കുക. അതാ കണ്ടില്ലേ, ഇപ്പോൾ ഫുൾ ഷെല്ലും നന്നായിട്ട് തന്നെ ബ്രേക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ സ്പെഷ്യൽ ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നിങ്ങൾ ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. ഒന്നായിട്ടൊന്ന് ചൂടായി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കായാണ് ചേർത്ത് കൊടുക്കണേ. ഏലക്കായൻ്റെ അതിൻ്റെ സീഡ് മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ലോ ടു മീഡിയമിലേക്കാക്കിയിട്ട് കുറച്ച് സമയം ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. മുത്താറി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറണ വരെ ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു ക്യാരറ്റും കൂടെ വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഏകദേശം ഒരു കുറുകിയൊരു ഇതിലേക്കൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഡ്രിങ്ക്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. അതവിടെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ വീക്ക്ലി വൺസാണ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഡ്രിങ്ക്സൊക്കെ റെഡിയാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ എടുക്കണം കേട്ടോ.
അപ്പോൾ ബോയിൽഡ് എഗ്ഗും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രൈ നട്ട്സ് അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമുക്കൊക്കെ എന്തായാലും ലേഡീസിന് നമ്മൾ എന്തായാലും ഒരു ആഫ്റ്റർ 30 എന്ന് തന്നെ പറയാം, 30+ ആകുമ്പോഴത്തേനും തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ, ബോഡി പെയിന്, പിന്നെന്താ കുറച്ച് വിറ്റാമിൻസ്, മിനറൽസ്, അതിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന ഓരോ പെയിനും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ആ ഒരു ബോയിൽഡ് എഗ്ഗിൻ്റെ കൂടെ നിന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 ബദാമും പിന്നെ ഒരു 3 കാഷ്യൂ നട്ട്സും ഒരു വാൾനട്ടും പിന്നെ ഒരു ഫിഗ്, കുറച്ച് വലിപ്പമുള്ളൊരു ഫിഗ് തന്നെയാണ്, പിന്നെ ഒരു ഡേറ്റ്സും കൂടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഡ്രിങ്കൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കാര്യം കൂടെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിനെ ഞാൻ ഒരു സ്മൂത്തി ആയിട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ടൊരു മിക്സർ ഗ്രൈൻഡറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു എനർജി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു മോർണിംഗിൽ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ നമുക്ക് എനർജി സപ്ലൈ ചെയ്യാൻ ഈ ഒരു ഡ്രിങ്ക് തന്നെ മതി എന്ന് പറയാം കേട്ടോ. കാരണം അത്രയും പ്രോട്ടീൻ റിച്ചാണ്. ഇതാണ് മുത്താറിൻ്റെ ഒന്ന് ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ബേബീസിനൊക്കെ കൊടുക്കണതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കും ഇതുപോലെയൊക്കെ ഒന്ന് ഒരു വെറൈറ്റി ടേസ്റ്റിലൊക്കെ ഒന്ന് മാറ്റി കുടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഹെൽത്തിനൊക്കെ ഭയങ്കര ബെനിഫിറ്റ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മധുരത്തിൻ്റെ ഓപ്ഷനിലേക്കായിട്ട് ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സീരീസിൽ ഒരു എനർജി ബൂസ്റ്ററും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലെ നല്ല റെസിപ്പീസായിട്ട് വീണ്ടും വരാം.